തീർച്ചയായിട്ടും സീറോ മലബാർ സിനഡിന്റെ മുഖത്തേറ്റ അടിയായിട്ട് വേണം ഇത് കാണുവാൻ. സാധാരണമായ വിധത്തിൽ ഇങ്ങനെ ഒരു സന്ദേശം നൽകുന്നത്. ഇവിടെ വിമതർ വിജയിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ സാത്താൻ ചിന്താഗതിക്കാർ വിജയിച്ചിരിക്കുകയാണ് ചെയ്തത്. ഇപ്പൊ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ഇത് വൈദികരുടെ ഒരു പ്രശ്നമല്ല, ഞങ്ങളുടെ പ്രശ്നമാണ്. ഇപ്പൊ സംഘർഷത്തിലൂടെ ഇനി ഒരു അടിയുണ്ടാക്കി ഇത് പരിഹരിക്കാന്നുള്ളത് കാണുന്നത് പാറേക്കാട്ടിൽ കാണിച്ച ചതിയേക്കാളും വലിയ വമ്പൻ ചതിയാണ് മാർ തട്ടിൽ താങ്കൾ ഇപ്പോൾ വിശ്വാസികളോടും സീറോ മലബാർ സഭയോടും മാർപ്പാപ്പയോടും ആഗോള കത്തോലിക്ക സഭയോടും കാണിച്ചത് എന്ന് വളരെ കുർബാന ചൊല്ലുന്നതായിരിക്കും. അങ്ങനെയാണ് നമ്മുടെ ഇപ്പൊ തീരുമാനമുള്ളത്. ഏകീകൃത ബലിയർപ്പണത്തിന് എതിരായിട്ട് നിന്നാൽ അവിടെയുള്ള ലോക തൊഴിലാളിക്ക് പിന്നെ ഏകീകൃത ബലിയർപ്പണം നടത്തേണ്ട ബാധ്യതയില്ല. ഒരു സ്പെഷ്യൽ കുർബാനയാണ്. അപ്പൊ അതുകൊണ്ട് സാധാരണഗതിയിൽ എല്ലാ പള്ളികളിലും ഉള്ള ഷെഡ്യൂൾഡ് മാസം ആയിരിക്കില്ല സെനഡ് കുർബാന. നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും വോയിസ് ഓഫ് ട്രൂത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ജൂലൈ 3 2024 എന്ന് പ്രത്യേകം എടുത്തു പറയേണ്ടി വരും. കാരണം ഈ ജൂലൈ 3 സീറോ മലബാർ സഭയിൽ ഒരു പ്രത്യേകതയുണ്ട്. മാർ തട്ടിൽ എന്തൊക്കെയോ എറണാകുളത്ത് നടത്തിക്കളയും എന്ന് വീമ്പിളക്കിയ ദിവസം, മാർപ്പാപ്പയോട് ഞാൻ ഞാൻ അനുസരിപ്പിച്ചുകൊള്ളാം എന്ന് വീമ്പിളക്കിയ ദിവസം, സ്വന്തം കസേരയും അധികാര സ്ഥാനങ്ങളും നഷ്ടപ്പെടാതിരിക്കുവാൻ മാർപ്പാപ്പയോട് എല്ലാം അനുസരിച്ചു കൊള്ളാമെന്ന് പറഞ്ഞ് മാർപ്പാപ്പയെയും സീറോ മലബാർ സഭയെയും ആഗോള കത്തോലിക്ക സഭയെയും ഇളിഭ്യരാക്കിയ ദിവസം, വഞ്ചിച്ച ദിവസം മാർ തട്ടിലിന്റെ ജൂലൈ 3 ഇന്ന്. ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. മാർ തട്ടിലും തട്ടിലിന്റെ കൂടെയുള്ള തട്ടിപ്പുകാരായ അരപ്പട്ടക്കാരും കൃത്യമായി ഓർക്കാതെ പോകുന്ന മറ്റൊരു പ്രത്യേകത. ഇന്ന് മാർ തോമാസ് ലീഹായുടെ രക്തസാക്ഷിത്വ ദിനമാണ്. നമ്മൾക്കും അവനോടുകൂടി പോയി മരിക്കാമെന്ന് സഹസ്ലീഹന്മാരോട് പറഞ്ഞുകൊണ്ട് എന്റെ കർത്താവേ എന്റെ ദൈവമേ എന്ന് പറഞ്ഞ് കർത്താവിലുള്ള വിശ്വാസം സുധീരം വിളിച്ചു പറഞ്ഞ, സ്വന്തം നാടും വീടും ഉപേക്ഷിച്ച് ഭാരതത്തിൽ വന്ന് കുന്തത്താൽ വധിക്കപ്പെട്ട് രക്തസാക്ഷിത്വം വരിച്ച മാർ തോമാസ് ലീഹായുടെ ഓർമ്മ ദിനം കൂടിയാണ് ഇന്ന് ജൂലൈ 3. എന്നാൽ എറണാകുളത്തെ വിമത കോമാളികൾക്ക് ഈ ജൂലൈ 3 വെറും ഒരു ജഗപുക മാത്രം. മാർ തോമാസ് ലീഹായുടെ രക്തസാക്ഷിത്വ ദിനമായ ജൂലൈ 3 ഒരു ഉളിപ്പും നാണവും ഇല്ലാതെ ഒറ്റുകൊടുത്ത വഞ്ചിച്ച മാർ തട്ടിലിന്റെ ജൂലൈ 3 ഇന്ന്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ജൂലൈ 3 അല്ലെങ്കിൽ മാർ തോമാസ് ലീഹായുടെ രക്തസാക്ഷിത്വ ദിനത്തെ വ്യഭിചരിച്ച ദിവസമാണിന്ന്. കാരണം ഇന്ന് മാർപ്പാപ്പയോട് അനുസരിക്കാമെന്ന് പറയുകയും സഭയെ അനുസരിച്ചു കൊള്ളാമെന്ന് പറയുകയും എറണാകുളം വിമതരെല്ലാവരും സഭയോടൊപ്പം ചേർന്നുകൊണ്ട് പരിശുദ്ധ ബലിയർപ്പണം നടത്തുകയും ചെയ്യും എന്ന് വീമ്പിളക്കിയ ദിവസം, അതിനുവേണ്ടി സർക്കുലറുകൾ ഇറക്കിക്കളിച്ച ദിവസം, അതിനുവേണ്ടി വീഡിയോകൾ ഇറക്കിക്കളിച്ച ദിവസമാണ് ഇന്ന് ജൂലൈ 3. ആകപ്പാടെ ഒരു ആശ്വാസം ഈ പറയുന്ന ജൂലൈ 3 അടുത്ത വർഷവും ഉണ്ട് എന്നുള്ളതാണ്. അടുത്ത വർഷം തന്നെയല്ല, അതിനടുത്ത വർഷവും ജൂലൈ 3 ഉണ്ട്. നമ്മൾക്കൊക്കെ ഭാഗ്യമുണ്ടെങ്കിൽ വരാൻ പോകുന്ന 10-15 വർഷത്തേക്ക് ഈ പറയുന്ന ജൂലൈ 3 അവിടെ തന്നെ ഉണ്ടാകും. ഇവർക്കൊക്കെ വീണ്ടും സർക്കുലറുകൾ ഇറക്കി കളിക്കുവാനും സഭയെ വഞ്ചിക്കുവാനും വീണ്ടും അവസരം നൽകിക്കൊണ്ട് ഈ പറയുന്ന ജൂലൈ 3 അവിടെ തന്നെ ഉണ്ടല്ലോ എന്നോർക്കുമ്പോഴാണ് ഒരാശ്വാസം ഉണ്ടാകുന്നത്, വിശ്വാസികൾക്ക് ഒരു സന്തോഷം ഉണ്ടാകുന്നത്. ഇനിയും വരാൻ പോകുന്ന ജൂലൈ 3കളിലും ഇതുപോലെ എറണാകുളം വിമതരുടെ കാലു നക്കിക്കൊണ്ട് അവര് പറയുന്നത് മുഴുവൻ അനുസരിച്ചുകൊണ്ട് കത്തോലിക്ക സഭയെയും സീറോ മലബാർ സഭയെയും വഞ്ചിക്കുവാൻ വേണ്ടി സർക്കുലറുകൾ ഇറക്കിക്കളിക്കുകയും വീഡിയോകൾ ഇറക്കിക്കളിക്കുകയും ചെയ്യുന്ന ഒരു ട്രെൻഡ് തന്നെ എറണാകുളത്ത് ഇപ്പോൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ മാർ തട്ടിൽ മാർപ്പാപ്പയാകാൻ ശ്രമിച്ച് മുഴു സാത്താനായ കഥയാണ് നമ്മൾക്ക് പറയുവാനുള്ളത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, മാർപ്പാപ്പയാകാൻ ശ്രമിച്ചയാൾ എങ്ങനെയാണ് മുഴു സാത്താനായി മാറിയത്? അത് അറിയണമെന്നുണ്ടെങ്കിൽ
ഫ്രാൻസിസ് മാർപ്പാപ്പ കഴിഞ്ഞ ദിവസം നൽകിയ സന്ദേശം നമ്മൾക്കൊന്ന് കേൾക്കേണ്ടി വരും. ആ സന്ദേശത്തിൽ വ്യക്തമായി മാർപ്പാപ്പ പറയുന്നുണ്ട്, അനുസരണമില്ലാത്തവർ സാത്താന്മാരാണ്. നമ്മൾക്കൊക്കെ അറിയാം, ഞങ്ങൾ അനുസരിക്കില്ല, ഞങ്ങൾ ആരെയും അനുസരിക്കില്ല, കർത്താവ് പറഞ്ഞാൽ പോലും ഞങ്ങൾ അനുസരിക്കില്ല എന്ന് പറഞ്ഞ എറണാകുളത്തെ ലോഹത്തൊഴിലാളികളോട് നിങ്ങൾ സഭയെ അനുസരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ പല തവണ സർക്കുലറുകൾ ഇറക്കിയിരുന്നു, കത്തുകൾ അയച്ചിരുന്നു. അതിനുശേഷം അദ്ദേഹം നേരിട്ട് വന്ന് വീഡിയോ സന്ദേശം വഴി നിങ്ങൾ സിനഡിനെ അനുസരിക്കുക, നിങ്ങൾ സഭയെ അനുസരിക്കുക, ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സഭയ്ക്ക് പുറത്തേക്ക് പോകേണ്ടി വരും എന്നുവരെ പറഞ്ഞു. ആ മാർപ്പാപ്പയെ അനുകരിച്ചുകൊണ്ട് മാർ തട്ടിലും ഒരു വീഡിയോ ഇറക്കി. എന്നാൽ ഈ വീഡിയോയിൽ തട്ടിൽ പറയുന്ന കാര്യങ്ങളിലൊന്നും മാർ തട്ടിൽ ഉറച്ചു നിന്നില്ല എന്നുള്ളതാണ് സത്യം. അതിലുപരി ഫ്രാൻസിസ് മാർപ്പാപ്പ ഇറക്കിയത് പോലുള്ള ഒരു വീഡിയോ മാർ തട്ടിലും ഇറക്കി. അതിൽ അദ്ദേഹം പ്രത്യേകം പറയുന്നുണ്ട്, അസാധാരണമായിട്ടാണ് ഞാനും ഇങ്ങനെ ഒരു വീഡിയോ ഇറക്കുന്നത്. ഇതേ വാചകം മാർപ്പാപ്പ പറഞ്ഞത് നിങ്ങൾ ഓർക്കണം, നമ്മൾ കേട്ടതാണ്. അതിനെ അനുകരിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇറക്കി. എന്നാൽ മാർ തട്ടിൽ ചെയ്തത് മാർപ്പാപ്പ ചെയ്തത് പോലെയല്ല. മാർപ്പാപ്പ പറഞ്ഞ വാക്കിൽ ഉറച്ചു നിന്നപ്പോൾ മാർ തട്ടിൽ സ്വയമിറക്കിയ സർക്കുലറുകൾ കാറ്റിൽ പറത്തിക്കൊണ്ട് സ്വയമിറക്കിയ വീഡിയോ കാലഹരണപ്പെട്ടു പോയി എന്ന് പറഞ്ഞുകൊണ്ട് വിമതരുടെ വഞ്ചനയ്ക്ക് കൂട്ടുനിൽക്കുകയും സഭയെ വഞ്ചിക്കുകയും ചതിക്കുകയും ചെയ്ത് പെരുനുണ പറഞ്ഞ് സാത്താനായി മാറിയത് എങ്ങനെയാണെന്ന് അറിയുവാൻ മാർപ്പാപ്പ കഴിഞ്ഞ ദിവസം ഇറക്കിയ വീഡിയോ നമ്മൾ കേൾക്കേണ്ടി വരും. അതിൽ വ്യക്തമായി മാർപ്പാപ്പ പറയുന്നു, ഇവിടെ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത് അനുസരണ ഇല്ലാത്തവർ സാത്താന് തുല്യരാണ്, അവർ നുണയന്മാരാണ്, നുണയന്മാർ സാത്താന് തുല്യരാണ്, അവരുമായി യാതൊരു തരത്തിലുള്ള ചർച്ചകളും പാടില്ല എന്ന് വ്യക്തമായി ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുമ്പോൾ ഇവിടെ മാർ തട്ടിൽ ചെയ്യുന്നത് എന്താണ്? അതിന് ഘടകവിരുദ്ധമായി സഭാവിരുദ്ധരായ ലോഹത്തൊഴിലാളികളോടും സഭാവിരുദ്ധരായിട്ടുള്ള വിമത കോമാളികളോടും ചർച്ചകൾ നടത്തി പുതിയൊരു സമവാക്യത്തിലേക്ക് നീങ്ങാമെന്ന് അവർക്ക് ഉറപ്പ് കൊടുത്തിരിക്കുകയാണ്. ചർച്ചകൾ വേണ്ട എന്ന് മാർപ്പാപ്പ പറയുമ്പോൾ നുണയന്മാരുടെ രാജാവായ സാത്താനുമായി ചർച്ചകൾ പാടില്ല, അവരുമായി അകന്നു നിൽക്കുക എന്ന് മാർപ്പാപ്പ പറയുമ്പോൾ അതേ നുണയന്മാരായ അതേ അനുസരണമില്ലാത്ത ലോകത്തൊഴിലാളികളുമായിട്ട് ഇപ്പോൾ പറയുന്നത് നാളെ പറയാതെ മാറ്റി മാറ്റി പറയുകയും മാർപ്പാപ്പയെ തള്ളിപ്പറയുകയും അതോടൊപ്പം മാർപ്പാപ്പയുടെ സഭയിൽ തന്നെ നിൽക്കുമെന്ന് ജനങ്ങളെ പറഞ്ഞ് വഞ്ചിച്ച് നുണ പറഞ്ഞ് സാത്താന്മാരായി തീർന്ന എറണാകുളം വിമതരെയും ലോകത്തൊഴിലാളികളെയും കൂട്ടുപിടിച്ച് മാർ തട്ടിൽ പെരുനുണയനായി മാറിയത് നിമിത്തം സാത്താനായി മാറിയിരിക്കുകയാണ് മാർ തട്ടിൽ എന്ന് വേണം ചിന്തിക്കുവാൻ. കാരണം മാർപ്പാപ്പ എന്താണ് പറഞ്ഞത് എന്ന് നമ്മൾക്കൊന്ന് കേൾക്കാം. മാർപ്പാപ്പയുടെ സന്ദേശത്തിലേക്ക്. Gesù mai ha dialogato col diavolo, lo ha cacciato via, e quando nel deserto le tentazioni non ha risposto in dialogo, semplicemente ha risposto con le parole della Sacra Scrittura, con la parola di Dio. State attenti, il diavolo è un seduttore, mai dialogare con lui perché lui è più furbo di tutti noi e ce la farà pagare. മാർപ്പാപ്പ പറഞ്ഞ സന്ദേശം നമ്മൾ കേട്ടു. വ്യക്തമായിട്ട് മാർപ്പാപ്പ പറയുന്നു, നുണ പറയുന്നവരിൽ നിന്ന് അകന്നു നിൽക്കുവിൻ, അവർ സാത്താന്മാരാണ്. അനുസരണയില്ലാത്തവരിൽ നിന്ന് അകന്നു നിൽക്കുവിൻ, അവർ പൈശാചിക സന്തതികളാണെന്ന് മാർപ്പാപ്പ പറയുമ്പോൾ അതിന് ഘടകവിരുദ്ധമായിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ് മാർ തട്ടിൽ സഭയുടെ മുൻപിലേക്ക് വന്നിരിക്കുന്നത്. ആദ്യം നമ്മൾക്ക് മാർ തട്ടിൽ എന്താണ് ഈ വീഡിയോയിൽ പറയുവാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം എന്താണ് ഇവിടെ വിശ്വാസികളോട് പറഞ്ഞത് എന്ന് നമ്മൾ കേൾക്കാം. ഇത് എറണാകുളത്തുള്ള വിശ്വാസികളോടല്ല, എറണാകുളത്തുള്ള ലോകത്തൊഴിലാളികളോടാണ് മാർ തട്ടിൽ പറയുന്നത് ഓർക്കണം. കാരണം ഇവിടെ വിശ്വാസികൾക്കല്ല പ്രശ്നം, ഇവിടെ ലോകത്തൊഴിലാളികൾക്കാണ് പ്രശ്നമെന്ന് നമ്മൾ നേരത്തെയും പറഞ്ഞു കഴിഞ്ഞതാണ്. എന്നാൽ അതിനെ വെള്ളപൂശുവാൻ വേണ്ടിയിട്ട് എറണാകുളത്തെ വിമതർ രംഗത്തെത്തിയ കാര്യവും നമുക്കറിയാം. അത് മുൻപോട്ട് നമുക്ക് കാണാം. ആദ്യം മാർ തട്ടിൽ എന്താണ് പറഞ്ഞത് എന്ന് നമ്മൾ കേൾക്കാം. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എൻ്റെ പ്രിയപ്പെട്ട
സഹോദര വൈദികരെ, വളരെ പ്രത്യേകമായ ഒരു കാര്യം നിങ്ങളുമായി പങ്കുവെക്കുന്നതിനാണ് അസാധാരണമായ വിധത്തിൽ ഇങ്ങനെ ഒരു സന്ദേശം നൽകുന്നത്. നമ്മുടെ സഭയുടെ കുർബാന അർപ്പണ രീതി നമ്മുടെ അതിരൂപതയിലും നടപ്പിലാക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റിയാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ പല രീതിയിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചിരുന്ന സാഹചര്യത്തിലാണ് 1999 മെത്രാന്മാരുടെ സിനഡ് വിശുദ്ധ കുർബാനയുടെ ഏകീകൃതവും രൂപം തീരുമാനിച്ചത്. കുറേ രൂപതകളിൽ 2000 ജൂലൈ 3 മുതൽ അത് നടപ്പിലാക്കാൻ നമുക്ക് കഴിഞ്ഞു. മറ്റു ചില രൂപതകളിൽ അത് നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല. നമ്മുടെ വിശുദ്ധ കുർബാനയുടെ ക്രമം നവീകരിക്കുന്നതോടൊപ്പം 1999 സിനഡിൻ്റെ തീരുമാനം സഭ മുഴുവനിലും നടപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ പൗരസ്ത്യ സഭകൾക്കായുള്ള കാര്യാലയം നമ്മോട് ആവശ്യപ്പെട്ടു. 2021 ജൂലൈ 3 ഫ്രാൻസിസ് മാർപ്പാപ്പ സിറോ മലബാർ സഭയ്ക്ക് മുഴുവനായി എഴുതിയ കത്തിൽ 1999 തീരുമാനം ഏകീകൃത അർപ്പണ രീതി നടപ്പിലാക്കാൻ നമ്മോട് ആവശ്യപ്പെട്ടു. ഈ പശ്ചാത്തലത്തിലാണ് 2021 ഓഗസ്റ്റ് മാസത്തിൽ ഏകീകൃത അർപ്പണ രീതി സഭ മുഴുവനിലും നടപ്പിലാക്കാൻ മെത്രാന്മാരുടെ സിനഡ് തീരുമാനമെടുത്തത്. പുതിയ കുർബാനക്രമം നമ്മുടെ സഭയിലെ 34 രൂപതകളിലും യൂറോപ്പിൽ അപ്പസ്റ്റോലിക് വിസിറ്റേഷനിലും മറ്റ് പ്രവാസി സമൂഹങ്ങളിലും 2021 നവംബർ മാസത്തിൽ നടപ്പിൽ വന്നു. സഭയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നേട്ടമായിരുന്നു അത്. ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. എറണാകുളം അങ്കമാലി അതിരൂപത നമ്മുടെ സഭയുടെ കേന്ദ്ര രൂപതയാണ്. പല കാരണങ്ങളാൽ ഈ പുതിയ കുർബാനക്രമം നമ്മുടെ അതിരൂപതയിൽ ഇതുവരെ നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല. എന്നാൽ ഇത് നമ്മുടെ അതിരൂപതയിലും നടപ്പിലാക്കേണ്ട സമയമായി. 2022 മാർച്ച് മാസത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ അനുസരിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് നമുക്ക് മാത്രമായി പരിശുദ്ധ പിതാവിൻ്റെ ഭാഗത്ത് നിന്ന് വലിയ സ്നേഹമാണ് അതിലൂടെ നമ്മുടെ അതിരൂപതയോട് പ്രകടിപ്പിച്ചത്. പുതിയ കുർബാനക്രമം ഒറ്റയടിക്ക് നടപ്പിലാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഘട്ടം ഘട്ടമായിട്ടെങ്കിൽ ദൈവജനത്തെ ബോധവൽക്കരിച്ചുകൊണ്ട് നടപ്പിലാക്കണമെന്ന് മാർപ്പാപ്പ ആവശ്യപ്പെട്ടു. ആ രീതിയിൽ സിനഡിൻ്റെ ഭാഗത്തു നിന്നും പലതവണ ചർച്ചകൾ നടത്തി. എന്നാൽ അവയൊന്നും ലക്ഷ്യത്തിലെത്തിയിട്ടില്ല. പിന്നീട് മാർപ്പാപ്പ തൻ്റെ പ്രത്യേക പ്രതിനിധിയെ അയച്ചു. ആർച്ച് ബിഷപ്പ് സിറിൽ വാസിൽ പിതാവും മാർപ്പാപ്പയുടെ മനസ്സ് നമ്മളെ വ്യക്തമായി ധരിപ്പിച്ചു. സങ്കടകരമെന്ന് പറയട്ടെ, പിന്നെയും പലവിധ തടസ്സങ്ങളാണ് ഉന്നയിക്കപ്പെട്ടത്. നമ്മുടെ സഭയോടുള്ള സ്നേഹം മൂലം ഫ്രാൻസിസ് മാർപ്പാപ്പ മൂന്നാമതും ഇടപെട്ടു. ഇത്തവണ വീഡിയോ സന്ദേശത്തിലൂടെയായിരുന്നു അത്. 2023 ഡിസംബർ 7 മാർപ്പാപ്പ നമ്മളോട് വ്യക്തമായി അനുസരണം ആവശ്യപ്പെട്ടു. 2023 ഡിസംബർ 25 മുതൽ നമ്മുടെ അതിരൂപത മുഴുവനിലും ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണ രീതി നടപ്പിലാക്കാൻ മാർപ്പാപ്പ അതിരൂപതയോട് നിർദ്ദേശിച്ചു. അനുസരിച്ചില്ലെങ്കിൽ നമ്മൾ കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിൽ നിന്ന് പുറത്താകുമെന്ന് പോലും മാർപ്പാപ്പ സ്നേഹത്തോടെ നമ്മളോട് പറഞ്ഞത് നമ്മൾ മറക്കരുത്. എന്നാൽ അതും പല കാരണങ്ങളാൽ നടപ്പിലായില്ല. 2024 ജനുവരി മാസത്തിലെ സിനഡ് ശേഷം സിനഡിൽ പങ്കെടുത്ത എല്ലാ പിതാക്കന്മാരും ഒരുമിച്ച് ഏകീകൃത കുർബാനക്രമം നടപ്പിലാക്കാൻ നമ്മുടെ അതിരൂപതയോട് അഭ്യർത്ഥിച്ചിരുന്ന കാര്യവും നമ്മൾ ഓർക്കുമല്ലോ. മേജർ ആർച്ച് ബിഷപ്പിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ശേഷം പരിശുദ്ധ പിതാവിനെ കാണുന്നതിന് വേണ്ടി റോമിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ അതിരൂപതയോട് ഞാൻ ഒരു അഭ്യർത്ഥന കൂടെ നടത്തി. നമ്മുടെ സാഹചര്യങ്ങളെല്ലാം കണക്കിലെടുത്ത് ഘട്ടം ഘട്ടമായി ആണെങ്കിലും സഭയുടെ ഈ പൊതു തീരുമാനം നടപ്പിലാക്കാനുള്ള ഒരു പദ്ധതി തയ്യാറാക്കാൻ ഞാൻ അഭ്യർത്ഥിച്ചുവെങ്കിലും അത് ഫലം കണ്ടില്ല. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയെ നേരിട്ട് കണ്ടപ്പോഴും പിന്നീട് മാർപ്പാപ്പ നടത്തിയ പ്രസംഗത്തിലും നമ്മുടെ അതിരൂപതയുടെ കാര്യം പരിശുദ്ധ പിതാവ് പരാമർശിക്കുകയുണ്ടായി. മാർപ്പാപ്പ പറഞ്ഞത്
നമ്മൾ തിരസ്കരിച്ചത് പിതാവിനെ വലിയ വേദനയുളവാക്കിയെന്ന് എനിക്ക് മനസ്സിലായി. അതേ തുടർന്ന് പൗരസ്ത്യ സഭകൾക്കായുള്ള കാര്യാലയത്തിലെ നടന്ന ഉന്നതതല യോഗത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത അർപ്പണ രീതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് എടുത്ത തീരുമാനങ്ങളാണ് നമ്മുടെ അതിരൂപതയുടെ അപ്പസ്റ്റോലിക് അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂർ പിതാവും ഞാനും കൂടി നൽകിയിരിക്കുന്ന സർക്കുലറിൽ പറഞ്ഞിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഓൺലൈനിൽ പ്രത്യേകമായി വിളിച്ചുകൂട്ടിയ സിനഡിൻ്റെ 2 ദിവസത്തെ സമ്മേളനത്തിൽ വീണ്ടും ഈ വിഷയം ചർച്ചയായി. ഒരിക്കൽ കൂടി ഘട്ടം ഘട്ടമായി അനന്തമായി നീളാതെ കുർബാനക്രമം നടപ്പിലാക്കുന്നതിന് വേണ്ട നിർദ്ദേശങ്ങളും സിനഡിൻ്റെ തീരുമാനപ്രകാരം സിനഡാനന്തര അറിയിപ്പിലൂടെ നൽകിയിട്ടുള്ളതാണ്. ആരാധനാക്രമത്തിൽ ഐക്യമാണ് കൂട്ടായ്മയുടെ അടിസ്ഥാനം. അൾത്താരയിൽ ഐക്യമില്ലാതെ സഭയിൽ ഐക്യം സാധ്യമല്ല എന്ന് ബെനഡിക്ട് 16 മാർപ്പാപ്പ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ആരാധനാക്രമത്തിൻ്റെ അടിസ്ഥാന രൂപങ്ങളിൽ ഐക്യരൂപമില്ലാതെ ഐക്യം സാധ്യമാവില്ല. കൂട്ടായ്മയിൽ നാം ബലിയർപ്പിക്കുമ്പോഴാണ് നാം ഒരു സഭയായി മാറുന്നത്. മധുബഹ പ്രതിനിധാനം ചെയ്യുന്നത് സ്വർഗത്തെയാണ്. അതുകൊണ്ട് തന്നെ അൾത്താരയിലേക്ക് തിരിയുന്നതിനെ കർത്താവിലേക്ക് തിരിയുന്നതായി നമ്മുടെ സഭാപിതാക്കന്മാർ വിശേഷിപ്പിച്ചിരിക്കുന്നു. വിശുദ്ധ കുർബാനയുടെ അർപ്പണ ഭാഗം സമാപിക്കുന്നത് കൊണ്ടാണ് കുർബാന സ്വീകരണത്തിന് ശേഷമുള്ള കൃതജ്ഞതാ പ്രാർത്ഥനകളും സമാപന ആശീർവാദവും ജനങ്ങളുടെ നേരെ തിരിഞ്ഞ് ചൊല്ലേണ്ടതാണെന്ന് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. നമുക്ക് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ 2024 ജൂലൈ 3 മുതൽ ഏകീകൃത കുർബാന അർപ്പണ രീതി നടപ്പിൽ വരുത്താം. അതിനായി എല്ലാവരുടെയും ഹൃദയപൂർവകമായ സഹകരണം ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഏതെങ്കിലും കാരണത്താൽ ഈ തീരുമാനം പൂർണ്ണമായി ജൂലൈ 3 മുതൽ നടപ്പിലാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ സിനഡാനന്തര അറിയിപ്പിൽ പറഞ്ഞതുപോലെ ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും ഒരു വിശുദ്ധ കുർബാനയെങ്കിലും ഏകീകൃത രീതിയിൽ അർപ്പിച്ചു തുടങ്ങാൻ അതുപോലും ചെയ്യാത്ത വൈദികർക്കെതിരെ സഭാ നിയമപ്രകാരമുള്ള അച്ചടക്ക നടപടികൾ ആരംഭിക്കുമെന്ന കാര്യം കൂടെ അറിയിക്കുന്നു. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട അച്ഛന്മാരെ, പൗരോഹിത്യ സ്വീകരണ വേളയിൽ നിങ്ങൾ ഏറ്റുപറഞ്ഞു മാർപ്പാപ്പിയെയും മേജർ ആർച്ച് ബിഷപ്പിനെ രൂപതാ മെത്രാനെയും അനുസരിച്ചു കൊള്ളാമെന്ന്. അനുസരിക്കേണ്ട സമയമാണിത്. പ്രിയപ്പെട്ട സമർപ്പിതരെ, അനുസരണവ്രതത്തിൻ്റെ വിശുദ്ധി നഷ്ടപ്പെടുത്താതെ സാക്ഷ്യം നൽകേണ്ട സമയമാണിത്. പ്രിയാത്മായ സഹോദരങ്ങളെ, സഭാമാതാവിൻ്റെ നല്ല മക്കളായി വ്യാപരിച്ചുകൊണ്ട് സഭാഗാത്രത്തെ സംരക്ഷിക്കേണ്ട സമയമാണിത്. കുർബാന അർപ്പണത്തിൻ്റെ കാര്യത്തിൽ സഭയെ അനുസരിക്കാതെ പുറത്തു പോയാലും മാർപ്പാപ്പയുടെ കീഴിൽ ഒരു സ്വതന്ത്ര സഭയായി തുടരാമെന്ന വ്യാജ പ്രചരണം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. യാഥാർത്ഥ്യത്തിന് നിരക്കാത്ത ഇത്തരം പ്രചരണത്തിൽ വിശ്വസിച്ച് അനുസരണക്കേടിൽ തുടരാതിരിക്കാൻ എല്ലാവരും ജാഗ്രത പുലർത്തണം. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ. അപ്പോൾ മാർ തട്ടിൽ പറഞ്ഞത് നമ്മൾ കേട്ടു. ഇവിടെ മാർ തട്ടിൽ പറയുന്നത് മാർപ്പാപ്പ അസാധാരണമായ രീതിയിൽ 2022 മാർച്ചിൽ നമ്മളോട് സംസാരിച്ചു. അതേ രീതിയിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, പ്രിയ സഹോദര വൈദികരെ, നിങ്ങൾ ഏകീകൃത ബലിയർപ്പണം അർപ്പിക്കണം. അതിനുശേഷം വളരെ ദയനീയമായി അവരുടെ കാലും കൈയും പിടിച്ച് അദ്ദേഹം പറയുന്നത് നമ്മൾ കേട്ടു, ഒരു കുർബാനയെങ്കിലും അർപ്പിക്കൂ. അപ്പോൾ ഈ ഒരു കുർബാന അർപ്പിച്ചു കഴിയുമ്പോൾ മറ്റുള്ള നാടകങ്ങളൊക്കെ, അല്ലെങ്കിൽ സഭ സാത്താൻ കുർബാന എന്ന് എഴുതിത്തള്ളിയ, സഭ ഇല്ലിസെറ്റ് എന്ന് എഴുതിത്തള്ളിയ ഇവർ കളിക്കുന്ന നാടകം, സഭ അംഗീകരിക്കാത്ത ബലിയർപ്പണം, പ്രത്യേകിച്ച് സീറോ മലബാർ സഭയിൽ അംഗീകാരമില്ലാത്ത ഇവരുടെ നാടകം എന്താ അംഗീകൃതമാകുമോ? അതും സഭ അംഗീകരിക്കുമോ എന്നുകൂടി മാർ തട്ടിൽ പറയേണ്ടി വരും. ഇവിടെ മാർ തട്ടിൽ മാർപ്പാപ്പയുടെ വാക്കുകളെ കടമെടുത്ത് അതിനെ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നു നമ്മൾ കേട്ടു. മാർപ്പാപ്പ പറഞ്ഞു പോലും ഒരു ഘട്ടത്തിൽ ഒരുമിച്ച് നടപ്പാക്കുവാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പല ഘട്ടങ്ങളായിട്ട് നടപ്പാക്കണം, വിശ്വാസികളെ ബോധവൽക്കരിച്ചതിന് ശേഷം നടപ്പാക്കണമെന്ന് മാർപ്പാപ്പ പറഞ്ഞു പോലും. മാർ തട്ടിൽ താങ്കൾ എന്തിനാണ് ഇങ്ങനെ പെരുന്നൂണ വിളിച്ചു
അടിച്ചെഴുന്നള്ളിക്കുന്നത്. മാർപ്പാപ്പ പറഞ്ഞെങ്കിൽ തന്നെ വിശ്വാസികളെ ബോധവൽക്കരിക്കണമെന്നാ പറഞ്ഞത്, അല്ലാതെ ലോക തൊഴിലാളികളെ ബോധവൽക്കരിക്കണമെന്നല്ല പറഞ്ഞത്. ലോക തൊഴിലാളികൾ അനുസരിക്കേണ്ടവരാണ്. സഭ എന്ത് പറഞ്ഞാലും മേലധ്യക്ഷന്മാർ എന്ത് പറഞ്ഞാലും അനുസരിക്കുവാൻ ബാധ്യതയുള്ളവരാണ്. അവരെ ബോധവൽക്കരിക്കേണ്ട കാര്യമില്ല. കാരണം 34 രൂപതകളിലുള്ള വൈദികർ അത് അനുസരിച്ചുവെങ്കിൽ ഇവരും അനുസരിക്കുവാൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ മാർത്തട്ടിൽ ഇവരുടെ കാലുക പിടിച്ച് അപേക്ഷിച്ച് കെഞ്ചിക്കൊണ്ട് ഒരെണ്ണമെങ്കിലും നടത്തൂ, മറ്റുള്ളത് നിങ്ങളുടെ ഇഷ്ടം പോലെ നടത്തിക്കോളൂ എന്നൊക്കെ പറയുമ്പോൾ താങ്കൾ ഒരു സഭാവഞ്ചകനായി തീർന്നില്ലേ മാർത്തട്ടിലെ എന്നാണ് വിശ്വാസികൾ താങ്കളോട് ചോദിക്കുന്നത്. താങ്കൾക്ക് അല്പമെങ്കിലും ലജ്ജയും നാണവും ഉളിപ്പുമുണ്ടെങ്കിൽ സഭാ തലവന്റെ സ്ഥാനം രാജിവെച്ചുകൊണ്ട് സ്വയം ഒഴിഞ്ഞ് സഭാ സിനഡിനും മാർപ്പാപ്പയ്ക്കും പുതിയ വഴികൾ കണ്ടുപിടിക്കുവാൻ അവസരമുണ്ടാക്കി കൊടുക്കുകയല്ലേ മാർത്തട്ടിൽ താങ്കൾ ചെയ്യേണ്ടത് എന്ന് നേരിട്ടൊരു ചോദ്യം ചോദിക്കുവാൻ, വിശ്വാസികൾക്ക് വേണ്ടി ചോദ്യം ചോദിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ മാർത്തട്ടിൽ ഒരു നാണവുമില്ലാതെ പറയുന്നുണ്ട്, മാർപ്പാപ്പ മൂന്നാമതും വന്ന് നമ്മളോട് ആവശ്യപ്പെട്ട് പോലും നാണമില്ലേ മാർത്തട്ടിൽ താങ്കൾക്ക് ഇങ്ങനെ പറയുവാൻ? മാർപ്പാപ്പ ഒരു പ്രാവശ്യം പറഞ്ഞാൽ പോരെ, അതനുസരിക്കുവാനുള്ള ബാധ്യത, അതനുസരിക്കുവാനുള്ള ഉത്തരവാദിത്തം സീറോ മലബാർ സഭയ്ക്കുണ്ട്. അത് മറ്റ് 34 രൂപതകളും അനുസരിക്കുകയും ചെയ്തു. അപ്പോൾ മാർപ്പാപ്പ ആദ്യം ഒന്ന് പറഞ്ഞു, രണ്ടാമതൊന്ന് പറഞ്ഞു, മൂന്നാമതും പറഞ്ഞത് വലിയ കേമത്തമായി വിളിച്ചു പോവാൻ താങ്കൾക്ക് നാണമില്ലേ മാർത്തട്ടിൽ എന്നാണ് താങ്കളോട് ചോദിക്കുവാനുള്ളത്. എന്തൊക്കെയായാലും വഞ്ചകരായ വിമതരോട് ഒത്തുചേർന്നുകൊണ്ട് സഭയെ വഞ്ചിക്കുകയും സഭയെ ഒറ്റിക്കൊടുക്കുകയും സഭയെ നാണം കെടുത്തുകയും മാർപ്പാപ്പയെ പോലും ഇളിഭ്യനാക്കുകയും ചെയ്ത മാർത്തട്ടിലിന്റെ മുഖമടച്ചുള്ള അടിയാണ് വിമതർ ഇന്നലെ നടത്തിയ പത്രസമ്മേളനം. വളരെ കൃത്യമായിട്ട് വിമതർ അവരുടെ വിജയം ആഘോഷിക്കുകയാണ് ചെയ്തത്. എന്താണ് മാർത്തട്ടിൽ അവർക്ക് കൊടുത്ത ഉറപ്പ്? എന്താണ് മാർ ബോസ്കോ പുത്തൂർ അവർക്ക് കൊടുത്ത ഉറപ്പ്? എന്താണ് പാംബ്ലാനി അവർക്ക് കൊടുത്ത ഉറപ്പെന്നൊക്കെ കൃത്യമായിട്ട് അവർ മീഡിയയുടെ മുൻപിൽ പറയുന്നത് നമ്മൾക്ക് കേൾക്കാം. എന്താണ് അവർ പറഞ്ഞത്? തീർച്ചയായിട്ടും സീറോ മലബാർ സിനഡിന്റെ മുഖത്തേറ്റ അടിയായിട്ട് വേണം ഇത് കാണുവാൻ. ഇവിടെ വിമതർ വിജയിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ സാത്താൻ ചിന്താഗതിക്കാർ വിജയിച്ചിരിക്കുകയാണ് ചെയ്തത്. ഇവിടെ തോറ്റതാരാണ്? മാർപ്പാപ്പ തോറ്റു. ഇവിടെ തോറ്റതാരാണ്? കത്തോലിക്ക സഭയും സീറോ മലബാർ സഭയും തോറ്റു. ഇവിടെ തോറ്റതാരാണ്? വിശ്വാസികൾ തോറ്റു. ഇവിടെ തോറ്റതാരാണ്? ഒരു രീതിയിൽ പറഞ്ഞാൽ നല്ല മെത്രാന്മാരടങ്ങിയ സിനഡ് തോറ്റു. അതിലും പൈശാചിക രൂപികൾ ഉണ്ട് എന്നുള്ളത് സത്യമാണെങ്കിൽ പോലും വളരെയധികം മെത്രാന്മാർ അവർ മൗനധാരികളായിട്ടുള്ള സന്യാസി വര്യന്മാരായി തീർന്നു എന്നൊരു സംശയമുണ്ട്. കാരണം ഇവർ വാവൊളിക്കുന്നില്ല, തെറ്റിനെതിരെ പോലും അവർ ശബ്ദിക്കുന്നില്ല. മാർപ്പാപ്പയെ അപമാനിക്കുവാനും കത്തോലിക്ക സഭയെ അപമാനിക്കുവാനും സീറോ മലബാർ സഭയുടെ വിശ്വാസികളെ ചതിക്കുവാനും മാർത്തട്ടിലിനും മാർ പാമ്പ്ലാനിക്കും മാർ ബോസ്കോ പുത്തൂരിനും അതുപോലെ പൈശാചിക മെത്രാന്മാർ എന്നറിയപ്പെടുന്ന സിനഡിനെതിരെയും മാർപ്പാപ്പയ്ക്കെതിരെയും കത്തെഴുതി കളിച്ച ആ 5 വിദ്വാൻമാർ അടങ്ങുന്ന പൈശാചിക രൂപികൾ ഇവിടെ സഭയെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ അവർക്കൊക്കെ എതിരെ അവരുടെ മുഖമടച്ചുള്ള അടിയാണ് ഈ വിമതരുടെ പത്രസമ്മേളനം. എന്താണ് ഇവർ പറഞ്ഞത് എന്ന് നമ്മൾക്ക് ആദ്യം ഒന്ന് കേൾക്കാം. ആ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് മാർത്തട്ടിലിനോട് നേരിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാം കലങ്ങി തെളിയുവാൻ തുടങ്ങിയപ്പോൾ മാർപ്പാപ്പയുടെ സന്ദേശത്തിന് ശേഷം, മാർപ്പാപ്പയുടെ സർക്കുലറിന് ശേഷം, സിനഡൽ സർക്കുലറിന് ശേഷം എല്ലാം കലങ്ങി തെളിയാൻ തുടങ്ങിയപ്പോൾ താങ്കൾ എന്തിനാണ് മാർത്തട്ടിൽ സഭയെ ചതിച്ചത്? ഇത്തരം ഒരു സർക്കുലർ ഇറക്കി. സർക്കുലറിൽ പറയുന്നത് നിങ്ങൾ ഒരു കുർബാന എപ്പോഴെങ്കിലും ആഴ്ചയിൽ ഒരിക്കൽ ചൊല്ലിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് സഭയെ ചതിച്ചത് എന്തിനാണ് മാർത്തട്ടിലെന്ന് നേരിട്ട് ചോദിക്കുവാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ കൊടും ചതി ചെയ്തതിന് താങ്കൾക്ക് എന്താണ് പ്രതിഫലം കിട്ടിയത്? താങ്കൾ എന്താണ് നേടിയത്? താങ്കൾ നേടിയത് നരക പാതാളമാണ് മാർത്തട്ടിൽ എന്ന് വളരെ വേദനയോടുകൂടി പറയേണ്ടി വരും. സഭയെ ചതിച്ച് ചിലപ്പോൾ സഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട്, ചിലപ്പോൾ അവസാനത്തേതുമായ സഭാവഞ്ചകനായ ഒരു മേലധ്യക്ഷനെന്ന്
മുദ്ര കുത്തപ്പെടേണ്ട ആളായി മാറി താങ്കൾ. പാറേക്കാട്ടിൽ പോലും ചിലപ്പോൾ താങ്കളുടെ മുമ്പിൽ വിശുദ്ധനായി മാറുന്ന കാഴ്ചയാണ് ചിലപ്പോൾ വിശ്വാസികൾ കാണുന്നത്. പാറേക്കാട്ടിൽ കാണിച്ച ചതിയേക്കാളും വലിയ വമ്പൻ ചതിയാണ് മാർ തട്ടിൽ താങ്കൾ ഇപ്പോൾ വിശ്വാസികളോടും സീറോ മലബാർ സഭയോടും മാർപ്പാപ്പയോടും ആഗോള കത്തോലിക്ക സഭയോടും കാണിച്ചത് എന്ന് വളരെ വേദനയോടുകൂടി പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഏതായാലും ഈ പത്രസമ്മേളനം നമുക്കൊന്ന് കേൾക്കാം, ഇവരെന്താണ് പറഞ്ഞത് എന്ന്. വിമതരുടെ പത്രസമ്മേളനത്തിലേക്ക്. ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും മാത്രം ഒരു സിനഡ് കുർബാന, അത് ഇടവകകളിലാണ്. ആ ഇടവകകളിൽ എവിടെയെങ്കിലും ഒരിടത്ത് ഒരു സിനഡ് കുർബാന ചൊല്ലുന്നതായിരിക്കും. അങ്ങനെയാണ് നമ്മളിപ്പോ തീരുമാനമെടുത്തിരിക്കുന്നത്. അതായത് ഇതിനകത്ത് ആദ്യം ഉണ്ടായിരുന്ന ഒരു ഫോർമുലയിൽ നിങ്ങളൊരു പക്ഷെ കണ്ടു കാണും. അതിനകത്ത് എല്ലാ പള്ളികളിലും വന്നായിരുന്നു. അത് നമുക്ക് പ്രായോഗികമായി അത് നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടായത് കൊണ്ട് നമ്മൾ അതിന് വീണ്ടും ചർച്ചകളിലൂടെ ഇടവകകളിലെ ഒരു ദേവാലയത്തിൽ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തി. അത് ബസിലിക്കയുടെ കീഴിൽ 6 സ്റ്റേഷനുകളും സബ് സ്റ്റേഷനുകളും ബസിലിക്കയുടെ കീഴിൽ, അതും 6 പള്ളികൾ തന്നെയാണ്. പക്ഷെ ഒരു പള്ളിയിൽ മാത്രമേ സിനഡ് കുർബാന ഉണ്ടാവും. അതൊരു ഞായറാഴ്ച ഒരു കുർബാന, അതും ഒരു ഇടവകയിലെ ഒരു പള്ളിയിൽ സാധാരണ സാധിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഇടവക പള്ളി തന്നെ ആയിരിക്കും. ഇല്ലെങ്കിൽ അടുത്ത പള്ളിയിൽ ഏതെങ്കിലും ആയിരിക്കും. അവിടുത്തെ സാഹചര്യം അനുസരിച്ച് ഉപാധികളോടെ നടപ്പാക്കും, സംശയമല്ല. ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് പലയിടങ്ങളിലും നേരത്തെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും വലിയ വ്യത്യാസം ഉണ്ടായിരിക്കും. ആ സാഹചര്യത്തിലെ വ്യത്യാസം എന്ന് പറയുന്നത് ഈ ഇടവകകളിലെല്ലാം കേസുകൾ കൊടുത്തത് പല ഇടവകകളിലും പരസ്പരം വിശ്വാസികൾ തമ്മിൽ ക്രിമിനൽ കേസുകൾ വരെ ഉണ്ട്. ബിഷപ്പുമാർക്കും ഇപ്പൊ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ഇത് വൈദികരുടെ ഒരു പ്രശ്നമല്ല, ഞങ്ങളുടെ പ്രശ്നമാണ്. ഇപ്പൊ സംഘർഷത്തിലൂടെ ഇനി ഒരു അടിയുണ്ടാക്കി ഇത് പരിഹരിക്കുക എന്നുള്ളൊരു ഉദ്ദേശമില്ല. ഇന്നലെ തന്നെ വന്നു കഴിഞ്ഞല്ലോ, അതിൽ തന്നെ നിൽക്കുക. അതെ, വീഡിയോ പഴയതാണെന്ന് നമുക്ക് ഉറപ്പ് തന്നിരിക്കുന്നു. ആ വീഡിയോയുടെ പുറത്ത് ഇനി ചർച്ച ചെയ്യേണ്ടതില്ല. കാരണം വീഡിയോയ്ക്ക് ശേഷം ഇറങ്ങിയതാണ് ഈ സമവായ നിർദ്ദേശം. അംഗീകരിക്കുന്നു. അത് മേജർ ആർച്ച് ബിഷപ്പ് ഇന്ന് നേരിട്ട് അത് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നു. സർക്കുലറിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ സർക്കുലറിന് പുറത്ത് ചില ഉപാധികൾ ഞങ്ങൾ പരസ്പരം സമവായത്തിലൂടെ ഞങ്ങൾ തമ്മിൽ സംസാരിച്ച് ചില ഉപാധികളിൽ എത്തിയിട്ടുണ്ട്. ആ ഉപാധികളിലൂടെ സമാധാനപരമായി നടപ്പാക്കുമെന്നുള്ളതാണ്. താൽക്കാലികം സാധാരണ ഇതിൽ ആദ്യം പറഞ്ഞതിൽ ഓഗസ്റ്റ് സിനഡ് വരെയൊന്നുണ്ടായിരുന്നു. പക്ഷെ ഇത് പെർമനന്റ് സിറ്റുവേഷൻ ആണ്. ഇനി ഇതിൽ മാറ്റം വരുത്തണമെങ്കിൽ എറണാകുളം അതിരൂപതയിലെ കാനോനിക സമിതികൾ ചർച്ച ചെയ്ത് റിക്വസ്റ്റ് ചെയ്യണം. അല്ലാതെ ഇവർക്ക് നേരിട്ട് മാറ്റം വരുത്താൻ പറ്റും. തീർച്ചയായിട്ടും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതാണ്, അതായത് നേരത്തെ ഉണ്ടായിരുന്നപ്പോ ഇത് കുറെ വൈദികരുടെ പ്രശ്നമാണ്, കുറെ സഭാവിരുദ്ധരുടെ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞ് ഒരു തള്ളി കളഞ്ഞിരുന്നു. അല്ല, ഇനി അങ്ങനെ ഒരു സംഭവം ഇല്ല. അതായത് അവര് തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഈ വൈദികർ ഏകദേശം 400ഓളം വൈദികർ അവർക്കെതിരെ നടപടി എടുക്കുമെന്ന കാര്യത്തിന് ഒരു റീകോഴ്സ് ആപ്ലിക്കേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ റീകോഴ്സ് ആപ്ലിക്കേഷൻ ഇവർ മറുപടി ഇട്ടിട്ടുണ്ട്. ആ മറുപടി ഓൾറെഡി അയച്ചു പോയതാണ്. ഇത് തീരുമാനം ആവുന്നതിന് മുമ്പ് ഓൾറെഡി അയച്ചു പോയതാണ്. അടുത്ത ദിവസങ്ങളിലൊക്കെ ചിലപ്പോൾ അവർക്ക് ആ മറുപടി കിട്ടുമായിരിക്കും. പക്ഷെ ആ മറുപടി ഒരു നടപടിക്രമം മാത്രമാണെന്നും അതിന്റെ പുറത്ത് വേറെ കാര്യങ്ങളൊന്നും ഇല്ല എന്നും വളരെ കൃത്യമായിട്ട് നമുക്ക് ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. ഇത് വത്തിക്കാന്റെ അനുമതിയോട് കൂടിയാണ് ഈ സമവായ നിർദ്ദേശം പുറത്താക്കിയേക്കുന്നത് കേട്ടോ. ഇനി അതിനകത്ത് ഇനി വേറൊരു അനുമതിയുടെ ആവശ്യമില്ല. ഈ സമവായ നിർദ്ദേശത്തിന് ഇവർ ഇന്നലെ സംസാരിച്ച അവസാനം വത്തിക്കാനിലേക്ക് അയച്ച് വത്തിക്കാനിൽ നിന്ന് പെർമിഷൻ മേടിച്ച് എല്ലാ കാര്യങ്ങളും തീർത്തതിന് ശേഷമാണ് ഇത് പബ്ലിഷ് ചെയ്തത്. വൈദികർക്ക് നടപടി എന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുമ്പോൾ അതിലൊരു ക്ലാരിറ്റി ഉണ്ട്. അതായത് ഒരിടവകയിൽ വൈദികൻ ഈ സിനഡ് കുർബാന ചെല്ലാൻ, അത് ഷെഡ്യൂൾഡ് മാസമല്ലാത്ത കുർബാന ചെല്ലാൻ ഒരു ടൈം മാനിച്ചാൽ അവിടെ ഇടവക സമൂഹം അതിനെ എതിർത്താൽ അച്ഛന് കുർബാന ചെല്ലണ്ട, അച്ഛൻ അത് കൂട്ടി ചെയ്താൽ മതി. അച്ഛന്റെ ഭാഗം സേഫ്. ഇതൊരു സ്പെഷ്യൽ കുർബാനയാണ്. സിനഡ് കുർബാന എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ കുർബാനയാണ്. അപ്പൊ അതുകൊണ്ട് സാധാരണഗതിയിൽ എല്ലാ പള്ളികളിലും ഉള്ള ഷെഡ്യൂൾഡ് മാസം ആയിരിക്കില്ല സിനഡ് കുർബാന. കാരണം മേജർ ആർച്ച് ബിഷപ്പ് ചോദിക്കണം, ഞാൻ തന്നെ ഒപ്പിട്ടതല്ലേ, പിന്നെ നിങ്ങൾ എന്തിനാ സംശയിക്കുന്നതെന്നാണ്. ഈ സമവായ നിർദ്ദേശങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് മേജർ ആർച്ച് ബിഷപ്പ് ഇറക്കേണ്ടിയിരുന്നത്. നമ്മൾ കേട്ടു ഇവിടെ
പ്രകാശനും ജെറാൾഡും ഷൈജു പാപ്പാനും കാഞ്ഞൂക്കാരനുമൊക്കെ ആടി തിമിർക്കുകയാണ്. വളരെ സന്തോഷം കാണാം അവരുടെ മുഖത്ത്. അവർ ജയിച്ചിരിക്കുന്നു, അവർ പിടിച്ച കാര്യങ്ങൾ അവർ നേടിയെടുത്തു, സഭയെ അവർ തോൽപ്പിച്ചു കളഞ്ഞു, സീറോ മലബാർ സഭയെ ആകമാനം അവർ നാണം കെടുത്തി കളഞ്ഞു. അങ്ങനെ നാണം കെടുത്തുവാൻ വേണ്ടി മാത്രമാണ് എറണാകുളത്തെ വിമത ലോഹ തൊഴിലാളികളും ഈ വിമതരും ശ്രമിച്ചത് എന്നുള്ളതാണ് സത്യം. ഇവർക്ക് സഭ തോറ്റാലും കർത്താവ് തോറ്റാലും മാർപ്പാപ്പ ഇളിഭ്യനായാലും കത്തോലിക്ക സഭ നാണം കെട്ടാലും അവർക്ക് ജയിക്കണം. അവർ പറഞ്ഞത് മാത്രം നടക്കണം. അല്ലാതെ പരിശുദ്ധ ബലിയർപ്പണമോ വിശ്വാസികളുടെ വിശ്വാസമോ ഇതൊന്നും ഇവരെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്ന് ഈ ഒരു പത്രസമ്മേളനം കണ്ടാൽ മാത്രം നമ്മൾക്ക് മനസ്സിലാകും. കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട്. മാർ തട്ടിൽ പറഞ്ഞതോ സീറോ മലബാർ സഭയുടെ സിനഡ് പറഞ്ഞതോ ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല. മാർപ്പാപ്പ പറഞ്ഞതുപോലും ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല. ഇവിടെ ഞങ്ങൾ ഒരു ഡീൽ ഉണ്ടാക്കിയിരിക്കുന്നു. ആരുമായിട്ടാണ്? സഭയുടെ തലവരെന്ന് അവകാശപ്പെടുന്ന മാർ തട്ടിലുമായിട്ട്, മാർ ബോസ്കോ പുത്തൂരുമായിട്ട്, സഭാവഞ്ചകനായ സഭയെ ചതിച്ച ഒറ്റിക്കൊടുത്ത പാമ്പ്ലാനിയുമായിട്ട് ഡീൽ നടത്തിയിരിക്കുന്നു ഇവർ. ഇവരുടെ ഡീലാണ് വളരെ വിചിത്രമായിട്ടുള്ളത്. നമ്മൾ സഭാ തലവന്റെ സർക്കുലർ വായിച്ചതാണ്, നമ്മൾ സിനഡാനന്തര സർക്കുലർ വായിച്ചതാണ്, അതിനു മുമ്പ് ചോർന്നുപോയ സർക്കുലറും നമ്മൾ വായിച്ചതാണ്. ഇതിനൊക്കെ കൃത്യമായിട്ട് സഭയ്ക്കെതിരെ നിൽക്കുന്ന എറണാകുളത്തെ ലോഹ തൊഴിലാളികളെ സഭയിൽ നിന്ന് പുറത്താക്കുമെന്ന് കൃത്യമായിട്ട് പറയുമ്പോൾ അതൊക്കെ തകർത്ത് തരിപ്പണമാക്കി അതിനെയെല്ലാം വിഴുങ്ങിക്കൊണ്ട് അതിനെയെല്ലാം ഇല്ലാതാക്കിക്കൊണ്ട് മാർ തട്ടിലും കൂട്ടരും കൂടി സഭാവഞ്ചകരുടെ കൂടെ നടത്തിയ ഡീലാണ് നമ്മളിപ്പോൾ കേട്ടത്. ഇവിടെ അവര് പറയുന്നത് മാർപ്പാപ്പ പറഞ്ഞതുപോലല്ല, സിനഡ് പറഞ്ഞതുപോലല്ല. ഏതെങ്കിലും ഒരു കുർബാന ഏതെങ്കിലും സമയത്ത് എവിടെയെങ്കിലും ചെല്ലാൻ പറ്റിയാൽ ചൊല്ലിയാൽ മതി. കാരണം ഇവിടെ അവര് പറയുന്നത് ഇത് സഭയുടെ ബലിയർപ്പണമല്ല, ഇത് സ്പെഷ്യൽ കുർബാനയാണ്. നമ്മൾ കേട്ടിട്ടുണ്ട് പല കാര്യത്തിലും സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും നടത്തേണ്ട കാര്യമില്ല. ആണ്ടിലൊരിക്കലോ 10 വർഷം കൂടുമ്പോഴോ എപ്പോഴെങ്കിലും ഒക്കെ തോന്നുമ്പോൾ നടത്തിയാൽ മതി, ആവശ്യമുള്ളപ്പോൾ നടത്തിയാൽ മതി. അപ്പോൾ സീറോ മലബാർ സഭയുടെ പരിശുദ്ധ ബലിയർപ്പണം ഇവർക്ക് സ്പെഷ്യൽ കുർബാന മാത്രമാണ്, അല്ലാതെ സഭയുടെ ഔദ്യോഗിക ബലിയർപ്പണമല്ല. അതുകൊണ്ട് തന്നെ ഇവർ പറയുന്നു എല്ലാ പള്ളികളിലും ഇത് നടത്തേണ്ട ബാധ്യത ഞങ്ങൾക്കില്ല, ഞങ്ങൾ ഇത് നടത്തുകയില്ല. ഇടവകയിലെ ഏതെങ്കിലും ഒരു ദേവാലയത്തിൽ മാത്രം. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, എറണാകുളം രൂപതയിൽ പല ഇടവകകളിലും ഒന്നിൽ കൂടുതൽ മാസ് സെന്ററുകൾ ഉണ്ട്. അതൊക്കെ പള്ളികളാണ്, അതൊക്കെ ഓരോ ഇടവകകളാണ്. എന്നാൽ ഇവർ മുഖ്യ ഇടവകയുടെ മാസ് സെന്റർ ആയിട്ടാണ് അതൊക്കെ കാണുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ആളുകൾ ചെല്ലാത്തടത്ത് ഏതെങ്കിലും ഒരു സമയത്ത് ഒരെണ്ണം ചെല്ലാൻ പറ്റുമെങ്കിൽ ചെല്ലിയാൽ മതി. അവിടെയും അവര് ഓപ്ഷൻ വെക്കുന്നുണ്ട് ഇവരുടെ ലോഹത്തൊഴിലാളികളെ രക്ഷിക്കുവാൻ. കാരണം അവരാണല്ലോ ഈ സാത്താൻ പരിപാടിക്കെല്ലാം കൂട്ടുനിന്നതും ഇതിന് തുടക്കം കുറിച്ചതും. ഇവർ പറയുന്നത് ഏതെങ്കിലും കുറച്ച് വിശ്വാസികൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിശ്വാസി ഏകീകൃത ബലിയർപ്പണത്തിന് എതിരായിട്ട് നിന്നാൽ അവിടെയുള്ള ലോഹ തൊഴിലാളിക്ക് പിന്നെ ഏകീകൃത ബലിയർപ്പണം നടത്തേണ്ട ബാധ്യതയില്ല, അവരത് ചെയ്യത്തില്ല. ചുരുക്കി പറഞ്ഞാൽ എല്ലാ ഇടവകളിലും സാത്താൻ ബലിയർപ്പണം തന്നെ നടത്തുവാൻ മാർ തട്ടിൽ ഇവർക്ക് അനുവാദം കൊടുത്തു എന്നാണ് ഇവർ പറയുന്നത്. ഇതിന് മറുപടി പറയേണ്ടത് സിനഡും മാർ തട്ടിലുമാണ്, അല്ലെങ്കിൽ ഇതിന് കൂട്ടുനിന്ന മാർ പാമ്പ്ലാനിയും മാർ ബോസ്കോ പുത്തൂരുമാണ്. നിങ്ങൾ സാത്താനോടൊപ്പം ചേർന്നോ, നിങ്ങൾ സാത്താന്മാരായോ എന്ന് നിങ്ങൾ പറയണം. ഇവിടെ നമ്മൾ കണ്ടു ഈ വിമതന്മാർ കത്തോലിക്ക സഭയെയും മാർപ്പാപ്പയെയും ചതിച്ചുകൊണ്ട് എറണാകുളത്തെ സത്യവിശ്വാസികളെ 3G ആക്കിയത് എങ്ങനെയാണെന്ന് നമ്മൾ വ്യക്തമായിട്ട് കണ്ടു. ഇവിടെ സഭയുടെ തീരുമാനങ്ങളെ, മാർപ്പാപ്പയുടെ തീരുമാനങ്ങളെ, വിശ്വാസികളുടെ ആഗ്രഹത്തെ അട്ടിമറിച്ചുകൊണ്ട് സാത്താൻ വിജയിച്ചിരിക്കുകയാണ്. ഇവിടെ ആരാണ് ശരിക്കും ജയിച്ചത്? സാത്താൻ വിജയിച്ചിരിക്കുന്നു. മാർപ്പാപ്പയുടെ ഭാഷയിൽ പറഞ്ഞാൽ അനുസരണമില്ലാത്ത സാത്താൻ ജയിച്ചിരിക്കുകയാണ്. തോറ്റതാറാണ് തീർച്ചയായും തോറ്റത്. കത്തോലിക്ക സഭയും മാർപ്പാപ്പയും സീറോ മലബാർ സഭയിലെ 55 ലക്ഷം വിശ്വാസികളുമാണ് തോറ്റത്. ഇവിടെ സഭയെയും മാർപ്പാപ്പയും തോൽപ്പിച്ചതാരാണ്? തീർച്ചയായും അത് മാർ തട്ടിലും മാർ ബോസ്കോ പുത്തൂരും മാർ പാമ്പ്ലാനിയും പഞ്ചപൈശാചിക മെത്രാന്മാരും കൂടിച്ചേർന്ന്
മാർപ്പാപ്പയെയും കത്തോലിക്ക സഭയെയും സീറോ മലബാർ സഭയെയും ചതിച്ചിരിക്കുന്നു, നിഷ്കരുണം ചതിച്ചിരിക്കുന്നു എന്നുള്ളതിന് തെളിവാണ് ജൂലൈ 3, 2024 എന്നുള്ള കരിദിനം. ഇത് കത്തോലിക്ക സഭയ്ക്കും കരിദിനമാണ്. ഇത് സീറോ മലബാർ സഭയുടെ കരിദിനമായിട്ട് വരാൻ പോകുന്ന തലമുറയോർക്കും ജൂലൈ 3 സീറോ മലബാർ സഭയിലെ കരിദിനമായി, സഭയെ ചതിച്ച ദിനമായി, സഭയുടെ സിനഡിലെ മെത്രാന്മാരും സഭയുടെ മേലധ്യക്ഷനും കൂടി മാർപ്പാപ്പയെയും സഭയെയും ചതിച്ച ദിനമായിട്ട് ഈ ഒരു ദിവസം മാറുകയാണ്. എന്തൊക്കെയായാലും ഈ വിമതന്മാരെ സമ്മതിച്ചേ പറ്റൂ, അംഗീകരിച്ചേ പറ്റൂ. അസത്യത്തെ സത്യമാക്കി മാറ്റിയതിന്, സത്യത്തെ കൊന്നു കുഴിച്ചു മൂടിയതിന്, സത്യത്തിനെതിരായിട്ട് അസത്യത്തിന്റെ വിജയവുമായി മിന്നൽ കൊടി പാറിച്ചതിന് ഇവരെ അംഗീകരിച്ചേ പറ്റൂ. എന്തൊക്കെയായാലും ഇവർക്കൊരു ബിഗ് സല്യൂട്ട് നൽകുന്നതിൽ ഞങ്ങൾക്ക് ലെവലേശം നാണം കേടോ ആത്മാഭിമാന കുറവോ ഇല്ല. കാരണം ജയിച്ചത് അവരാണ്. ജയിച്ചവരെ അംഗീകരിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമായി നമ്മൾ കാണണം. ഇവിടെ ആരൊക്കെ തോറ്റാലും അവർ ജയിച്ചു, അവരെ ജയിപ്പിച്ചതാരാണ് എന്നുള്ളത് മാത്രമാണ് നമ്മൾക്ക് മുൻപിലുള്ള ചോദ്യം. അത് നമ്മുടെ കൂട്ടത്തിലുള്ളവർ തന്നെയാണ്. മാർ തട്ടിലിന്റെ കൂടെയുള്ളവരും സഭയെ ചതിച്ചപ്പോൾ നിങ്ങൾ സഭയെ മാത്രമല്ല ചതിച്ചത്, സഭാ വിശ്വാസികളെയും അവരുടെ കുടുംബാംഗങ്ങളെയും അവരുടെ കുഞ്ഞുങ്ങളെയും സർവോപരി നമ്മുടെ കർത്താവിനെയും പരിശുദ്ധാത്മാവിനെയുമാണ് മാർ തട്ടിൽ നിങ്ങൾ വഞ്ചിച്ചത്, നിങ്ങൾ ചതിച്ചത് എന്ന് നിങ്ങൾ ഒരു നിമിഷമെങ്കിലും ഓർക്കുന്നത് നല്ലതായിരിക്കും. വളരെ വിചിത്രമായ രഹസ്യധാരണയാണ് മാർ തട്ടിൽ നിങ്ങൾ എറണാകുളം വിമതരുമായി നടത്തിയത്. ഇതൊരു രഹസ്യധാരണ ആയിരുന്നു, ഇതിപ്പോൾ പരസ്യധാരണയായി മാറിയിരിക്കുന്നു. കാരണം ഇവർ പത്രസമ്മേളനത്തിൽ എല്ലാ സത്യങ്ങളും വിളിച്ചു പറഞ്ഞു. നിങ്ങൾ എങ്ങനെയൊക്കെയാണ് സഭയെ ചതിച്ചതെന്ന്. നിങ്ങൾ വീഡിയോ ഇറക്കിയപ്പോൾ ആ വീഡിയോ, അവസാനം ഇറക്കിയ വീഡിയോ പഴയ വീഡിയോ ആണെന്ന് നിങ്ങൾ പറഞ്ഞു എന്നാണ് വിമതർ പറയുന്നത്. ആ വീഡിയോ കാലഹരണപ്പെട്ടു പോയി. ഞാൻ ഇറക്കിയ സർക്കുലറാണ് ശരിക്കുള്ളത്, അതിൽ ഞാൻ ഒപ്പിട്ടിരിക്കുന്നു, നിങ്ങൾക്ക് വിശ്വസിക്കാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസം എവിടെയെങ്കിലും ഇടവക ദേവാലയത്തിലെ ഏതെങ്കിലും ഒരു സെന്ററിൽ ആളുകൾ സമ്മതിച്ചാൽ, അല്ലെങ്കിൽ വിമതർ സമ്മതിച്ചാൽ മാത്രം ഒരു ബലിയർപ്പണം നടത്തിയാൽ മതി. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാത്താൻ ബലിയർപ്പണം നടത്തിക്കൂ, ഞങ്ങൾക്ക് പ്രശ്നമില്ല. അതിലുപരി നിങ്ങളുടെ ലോകത്തൊഴിലാളികൾക്കെതിരെ ഒരു നടപടിയും ഞങ്ങൾ എടുക്കുകയില്ല. ഇവിടുന്ന് എഴുതിപ്പോയതൊക്കെ നേരത്തെ എഴുതി വിട്ടതാ, അതിനെ ഞങ്ങൾ കറക്റ്റ് ചെയ്തോളാം എന്നൊക്കെയുള്ള രഹസ്യധാരണ നടത്തി സഭയെ വഞ്ചിച്ച മാർ തട്ടിൽ താങ്കൾക്ക് ആ സ്ഥാനത്ത് തുടരുവാൻ ധാർമ്മികമായിട്ട് യാതൊരു അർഹതയുമില്ല എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ പരിശുദ്ധാത്മാവിനെയാണ് വഞ്ചിച്ചിരിക്കുന്നത്, നിങ്ങൾ കർത്താവിനെയാണ് വഞ്ചിച്ചിരിക്കുന്നത്, മനുഷ്യരെയല്ല. നിങ്ങൾക്ക് മനുഷ്യരെ ബോധിപ്പിക്കാം, ദൈവത്തെ ബോധിപ്പിക്കുവാൻ സാധിക്കുകയില്ല. ഈ ചെറിയ ഒരുവനിൽ ഒരാൾക്കെങ്കിലും ഇടർച്ചയ്ക്ക് കാരണമാകുന്നുണ്ടെങ്കിൽ കഴുത്തിൽ തിരികല്ല് കെട്ടി കടലിൽ പതിക്കുന്നതാണ്, ആഴങ്ങളിൽ പതിക്കുന്നതാണ് നിനക്ക് നല്ലതേ എന്ന് അരുളിയ കർത്താവിന്റെ ആ മഹത് വചനമനുസരിച്ചാണെങ്കിൽ നിങ്ങൾ 55 ലക്ഷം വിശ്വാസികൾക്ക് ഇടർച്ചയ്ക്ക് കാരണമായിരിക്കുന്നു. മാർ തട്ടിലിനോടൊപ്പം മാർ പാമ്പ്ലാനി, ഇദ്ദേഹത്തെയൊക്കെ മാർ പാമ്പ്ലാനി എന്ന് വിളിക്കണോ, മറ്റു വല്ലതും വിളിക്കണോ എന്ന് വിശ്വാസികൾ ചോദിച്ചാൽ അവരെ കുറ്റം പറയുവാൻ ഒക്കത്തില്ല. ചതിയുടെ ഏതറ്റം വരെയും പോകുവാൻ തയ്യാറായ മാർ പാമ്പ്ലാനിയും മാർ ബോസ്കോ പുത്തൂരും മാർ റാഫേൽ തട്ടിലുമൊക്കെ സഭയെ ചതിച്ചപ്പോൾ നിങ്ങൾ കർത്താവിനെയാണ് ചതിച്ചത്, നിങ്ങൾ പരിശുദ്ധാത്മാവിനെയാണ് ചതിച്ചത്. ജൂലൈ 3 ഇനിയും വരും. നിങ്ങളുടെ ചതി അഭംഗരം തുടരുമെന്ന് വിശ്വാസികൾ ഇപ്പോൾ ചിന്തിക്കുന്നു. ഇനിയെങ്കിലും സിനഡിലെ നല്ല മെത്രാന്മാർ വായി തുറക്കണമെന്നാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. നിങ്ങൾ എന്താണ് കണ്ണടച്ചിരിക്കുന്നത്? ഇത്തരം സാത്താൻ സേവകൾ എറണാകുളത്ത് നടക്കുക എന്നുള്ളതിനർത്ഥം അത് സീറോ മലബാർ സഭയിൽ നടക്കുക എന്നുള്ളതാണ്. അതിന് നിങ്ങൾ കൂട്ടുനിൽക്കുകയാണോ? 450ഓളം വരുന്ന വിമത ലോക തൊഴിലാളികളെ സഭയിൽ നിന്ന് പുറത്താക്കുവാൻ നിങ്ങൾ എന്തിനാണ് മടിക്കുന്നത്? നിങ്ങൾ ആരെയാണ് ചതിക്കുന്നത് എന്ന് സിനഡിലെ മെത്രാന്മാർ ചിന്തിക്കട്ടെ എന്ന് ഞങ്ങൾ ചിന്തിക്കുമ്പോഴും നിങ്ങളിൽ നിന്ന് വലിയ പ്രതീക്ഷയൊന്നും ഞങ്ങൾക്കില്ല. കാരണം നിങ്ങൾ സാധാരണ വിശ്വാസികളെ ഭയപ്പെടുത്തുവാനും അവരെ ശിക്ഷണ നടപടികൾ കാട്ടി ഭീഷണിപ്പെടുത്തുവാനും മാത്രമേ നിങ്ങളെ കൊണ്ട് സാധിക്കുകയുള്ളൂ. സഭയെ തകർക്കുന്ന, സഭയ്ക്കെതിരെ കൊടിപിടിക്കുന്ന സാത്താൻ രൂപികളായ, സാത്താൻ
ചിന്താഗതിയുള്ള വിമത ലോക തൊഴിലാളികളെ ശിക്ഷിക്കുവാൻ നിങ്ങൾ എന്തിനു ഭയപ്പെടുന്നു എന്നുള്ള ചോദ്യം പോലും ഇവിടെ അപ്രസക്തമാണ്. ഇവിടെ മാർ തട്ടിലും മാർ പാമ്പ്ലാനിയും മാർ ബോസ്കോ പുത്തൂരും ബാക്കി ഈ പഞ്ചപൈശാചിക മെത്രാന്മാരും സഭയിൽ നിന്ന് പുറത്തു പോകേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇവരെ സ്ഥാനഭ്രഷ്ടരാക്കി സീറോ മലബാർ സഭയെ രക്ഷിക്കുവാൻ നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്തം നിറവേറ്റിയില്ല എന്നുണ്ടെങ്കിൽ മാർപ്പാപ്പയും വത്തിക്കാനും ചിലപ്പോൾ നേരിട്ടിടപെടേണ്ടി വരും. ആ ഇടപെടൽ വിശ്വാസികൾ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ആ ഇടപെടൽ ഉണ്ടായിക്കഴിഞ്ഞാൽ മാർ തട്ടിലും മാർ ബോസ്കോ പുത്തൂരും മാർ പാമ്പ്ലാനി അടക്കമുള്ള പൈശാചിക ശക്തികളൊക്കെ സഭയ്ക്ക് പുറത്താണ്. അവരെ സ്ഥാനഭ്രഷ്ടരാക്കിക്കൊണ്ട് സീറോ മലബാർ സഭയുടെ സിനഡിനെ മരവിപ്പിച്ചു നിർത്തി സീറോ മലബാർ സഭയിൽ അഡ്മിനിസ്ട്രേറ്റർ ഭരണം കൊണ്ടുവരുവാൻ മാർപ്പാപ്പയും വത്തിക്കാനും തീരുമാനമെടുത്തു കഴിയുമ്പോൾ ഈ സഭ ചിലപ്പോൾ നന്നാകും, ഈ സഭയിലെ പ്രശ്നങ്ങൾ ചിലപ്പോൾ തീരും എന്ന് വിശ്വാസികൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ ഒരു കാലം ഉണ്ടാകുവാൻ സാധ്യതയേറുകയാണ്. അപ്പോൾ മാർ തട്ടിലും മാർ പുത്തൂരും മാർ പാമ്പ്ലാനിയും ഒക്കെ ഇനിയും വിശ്രമ ജീവിതത്തിലേക്ക് കടക്കട്ടെ. താൽക്കാലികമായിട്ടെങ്കിലും സിനഡ് മരവിച്ച് മാറി നിൽക്കട്ടെ. കാരണം നിങ്ങൾ വാപൊളിക്കുവാൻ തയ്യാറല്ല, നിങ്ങൾ തെറ്റിനെതിരെ ശബ്ദിക്കുവാൻ തയ്യാറല്ല, നിങ്ങൾ തെറ്റ് തിരുത്തുവാൻ തയ്യാറല്ല. നിങ്ങൾ ഇപ്പോഴും സാത്താൻ ചെയ്യുന്ന സാത്താൻ സേവ കണ്ടുകൊണ്ട് മാറി കൈകെട്ടി നിൽക്കുകയാ. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ കുറച്ചു കാലം മരവിച്ച് നിൽക്കൂ. ഇവിടെ അഡ്മിനിസ്ട്രേറ്റർ ഭരണം വരട്ടെ, വത്തിക്കാൻ നേരിട്ട് ഭരിക്കട്ടെ. അങ്ങനെയെങ്കിലും സീറോ മലബാർ സഭയിലെ എല്ലാ പുഴുക്കുത്തുകളും തകർന്നടിഞ്ഞ് സഭയിൽ ഉത്തമ വിശ്വാസം നടമാടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. നിങ്ങൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് വോയിസ് ഓഫ് ട്രൂത്ത്, സത്യത്തിന്റെ സ്വരം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞങ്ങൾ ഇന്ന് നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവന്ന ഈ ഒരു വിഷയത്തെ പറ്റി തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ എഴുതി അറിയിക്കണം. മുൻപോട്ട് ഇതുപോലെ മറ്റൊരു പ്രോഗ്രാമായി വരുന്നത് വരെ നന്ദി, നമസ്കാരം.